നമസ്കാരം. ഡീപ് വർക്ക് PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാഠപുസ്തകങ്ങളിലൂടെ എന്ന സീരീസിലെ 10ാം ക്ലാസ്സിലെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന അധ്യായത്തിൽ നിന്ന് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രാതിനിധ്യമില്ലാത്ത നികുതിയില്ല ഏതു രാജ്യത്തെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം ആയിരുന്നു? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അമേരിക്ക. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആരാണ്? ജെയിംസ് ഓട്ടിസ്. 18ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ സ്ഥാപിച്ച കോളനികളുടെ എണ്ണം എത്ര? 13 കോളനികൾ. സ്പാനിഷ് സർക്കാരിൻ്റെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് തദ്ദേശീയരായ ജനങ്ങളെ വിളിച്ച പേര് എന്താണ്? ഇന്ത്യൻസ്. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ പീഡനത്തെ തുടർന്ന് 17ാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ എത്തിയ ഇംഗ്ലീഷുകാർ അവിടെ കോളനികൾ സ്ഥാപിച്ചു. ഇവർ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? തീർത്ഥാടക പിതാക്കൾ. അമേരിക്കയിൽ കോളനികൾ സ്ഥാപിച്ച ഇംഗ്ലണ്ടിലെ കച്ചവടക്കാർ അവിടെ നടപ്പാക്കിയ നയം എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? മെർക്കൻ്റലിസം. ഏതു രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്ന സംഭവം നടന്നത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം 1773. മനുഷ്യനു ചില മൗലികാവകാശങ്ങൾ ഉണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്നു പ്രഖ്യാപിച്ച ചിന്തകനാണ് ജോൺ ലോക്ക്. 1ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഏതു വർഷം എവിടെ നടന്നു? 1774 ഫിലാഡൽഫിയയിലാണ് 1ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത്. 2ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ജോർജ് വാഷിങ്ടൺ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് പ്രസിദ്ധമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അമേരിക്കയിലെ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? 1783 പാരീസ് ഉടമ്പടി. അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത് ആരുടെ നേതൃത്വത്തിലാണ്? ജെയിംസ് മാഡിസൺ. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. വിപ്ലവങ്ങളുടെ വിപ്ലവം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യം ഏതു വിപ്ലവത്തിൻ്റേതായിരുന്നു? ഫ്രഞ്ച് വിപ്ലവം. രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്. അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിനു മാത്രമേ അധികാരമുള്ളൂ എന്ന് പ്രഖ്യാപിച്ച രാജാവ് ലൂയി 14. ഞാനാണ് രാഷ്ട്രം. ഇത് ഏത് രാജാവിൻ്റെ വാക്കുകളാണ്? ലൂയി 14. 17-18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിസ് ഭരണം കൈയാളിയിരുന്ന രാജാക്കന്മാർ ബുർബൻ രാജാക്കന്മാർ. എനിക്കു ശേഷം പ്രളയം എന്ന അവകാശവാദവുമായി രാജ്യം ഭരിച്ച ഫ്രഞ്ച് ഭരണാധികാരിയാണ് ലൂയി 15. ഫ്രഞ്ച് സമൂഹത്തിലെ 1ാം എസ്റ്റേറ്റുകാരായ പുരോഹിതവർഗം കർഷകരിൽ നിന്നും പിരിച്ചിരുന്ന നികുതി തിതേ. ഫ്രാൻസിൽ ഏറ്റവും താഴ്ന്ന സാമൂഹിക പദവി അലങ്കരിച്ചിരുന്ന 3ാം എസ്റ്റേറ്റുകാരുടെ മേൽ ഉണ്ടായിരുന്ന നികുതി തൈലേ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകനായി അറിയപ്പെടുന്നത് ആരാണ്? ജീൻ ജാക്വസ് റൂസോ. സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ വേദപുസ്തകം എന്നറിയപ്പെടുന്ന ഗ്രന്ഥം സോഷ്യൽ കോൺട്രാക്റ്റ്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ്. ആരുടെ വാക്കുകളാണ്? റൂസോ. നിയമങ്ങളുടെ അന്തസത്ത ദ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? മൊണ്ടസ്ക്യൂ.
അധികാര വിഭജന സിദ്ധാന്തം ആരുടേതാണ്? മൊണ്ടസ്ക്യൂ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏതു വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവം. ഫ്രാൻസിൻ്റെ ദേശീയ ദിനം എന്നാണ്? ജൂലൈ 14. ഫ്രാൻസിലെ കുപ്രസിദ്ധമായ ബാസ്റ്റിൽ ജയിൽ വിപ്ലവകാരികൾ തകർത്തത് എന്നാണ്? 1789 ജൂലൈ 14. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ഇത് ആരുടെ വാക്കുകളാണ്? ഓസ്ട്രിയൻ ഭരണാധികാരി മെറ്റേണിക്ക്. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്കു നൽകിയ വിപ്ലവം? ഫ്രഞ്ച് വിപ്ലവം. നെപ്പോളിയൻ ബോണപ്പാർട്ടിന് അധികാരം നഷ്ടപ്പെട്ട യുദ്ധം? വാട്ടർലൂ യുദ്ധം. ലിറ്റിൽ കോർപ്പറൽ, മാൻ ഓഫ് ഡെസ്റ്റിനി, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു ഇതെല്ലാം ആരുടെ വിശേഷണങ്ങളാണ്? നെപ്പോളിയൻ. ലോകത്തിലെ ആദ്യ ലിഖിത ഭരണഘടന ഏതു രാജ്യത്തിൻ്റേതാണ്? അമേരിക്കൻ ഐക്യനാടുകൾ. ലോകത്തെ ആദ്യ ബൂർഷ്വാ ജനാധിപത്യ വിപ്ലവം എന്ന് ഫ്രഞ്ച് വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ഫ്രെഡറിക് ഏംഗൽസ്. ഫ്രഞ്ച് വിപ്ലവവും പഴയ ഭരണവും എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ടോക്യുവില്ലെ. ഫ്രഞ്ച് വിപ്ലവത്തെ ഒരു കർഷക പ്രക്ഷോഭമായി നോക്കിക്കാണുന്ന ചരിത്രകാരൻ? ജോർജ് ലെഫെബർ. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിനു നൽകിയത് ഏതു സ്വാതന്ത്ര്യ സമരമാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ബാറ്റിൽഷിപ്പ് പൊട്ടംകിൻ എന്ന സിനിമയുടെ സംവിധായകൻ? സെർഗി ഐൻസ്റ്റീൻ. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടത് ഏതു രാജ്യത്താണ്? റഷ്യ. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയിൽ നിന്ന് രൂപം കൊണ്ട മെൻഷെവികൾക്കു നേതൃത്വം നൽകിയത് ആരാണ്? അലക്സാണ്ടർ കെരൻസ്കി. ലോക ചരിത്രത്തിൽ ഏതു വിപ്ലവത്തോടനുബന്ധിച്ചാണ് രക്തരൂഷിതമായ ഞായറാഴ്ച എന്ന സംഭവം അരങ്ങേറിയത്? റഷ്യൻ വിപ്ലവം. റഷ്യയിൽ ഫെബ്രുവരി വിപ്ലവത്തോടനുബന്ധിച്ച് രൂപം കൊണ്ട സർക്കാരിൻ്റെ തലവൻ ആരായിരുന്നു? അലക്സാണ്ടർ കെരൻസ്കി. തുറന്ന വാതിൽ നയം മുന്നോട്ട് വെച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി? ജോൺ ഹേയ്. ബോക്സർ കലാപം ഏതു വിപ്ലവത്തോടനുബന്ധിച്ചായിരുന്നു? ചൈനീസ് വിപ്ലവം. ചൈനീസ് ക്യുമിൻതാങ് പാർട്ടിയുടെ നേതാവ്? ഡോക്ടർ സൺ യാത് സെൻ. ചൈനയിലെ ലോങ് മാർച്ച് നയിച്ചത്? മാവോ സേതുങ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവം എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഈ ചാപ്റ്റർ വായിച്ചതിന് ശേഷം ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തറവായിട്ട് മനസ്സിലാകും. അങ്ങനെയാവുമ്പോൾ തന്നെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എല്ലാ ടോപ്പിക്സും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ സമയമുള്ളവർ അങ്ങനെ തന്നെ ചെയ്യുക. അല്ലാത്ത എക്സാമിനോട് അടുത്തിരിക്കുന്നവർ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റായിട്ട് കേൾക്കുക. അപ്പോൾ താങ്ക് യു.